MME ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഒരു ഓൺട്രപ്രണർ അദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ജീവിതത്തിൽ പ്രൊഫഷണലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ബിസിനസ് ചെയ്ത് വന്ന ഒരാളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുതുതായിട്ട് ഒരു ബിസിനസ് ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പഠിക്കേണ്ട കാര്യത്തിൽ അയാൾക്കൊരു വ്യക്തത ഇല്ലായ്മ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് ബിസിനസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് പറഞ്ഞിട്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പോഴും അതിനെക്കുറിച്ചൊരു മടി, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, അവർക്ക് ആ ഒരു വ്യക്തത ഇല്ലായ്മ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ സാർ? ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഓൺട്രപ്രണർ ലൈഫും ഒരു കരിയർ ലൈഫും ടോട്ടലി ഡിഫറെൻ്റാണ്. ഒരു ഓൺട്രപ്രണർ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായും റിസ്ക് എടുക്കാൻ തയ്യാറുള്ള, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്ന ആളുകളാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. കരിയർ ലൈഫ് അങ്ങനെയല്ല. നമുക്ക് കൃത്യസമയമുണ്ട്, ആ സമയം റെസ്പോൺസിബിലിറ്റി അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിൾ ഇയാളാണ്. അപ്പോൾ അതിന് തക്കം പാകപ്പെടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് മാറണം. 5 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറിയിട്ട് ബിസിനസ്സിനെ എപ്പോഴും നമ്മൾ എംബറൈസ് ചെയ്ത് നമ്മൾ ചേർത്ത് പിടിച്ച് കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി നമ്മളൊരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആ ബിസിനസ് ഒരു നല്ലൊരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റിയെ കുറയ്ക്കാനും റെസ്പോൺസിബിലിറ്റി ഹാൻഡ് ഓവർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫ്രീഡം ബിസിനസ്സിലേക്ക് മാറാനൊക്കെ കഴിയും. പക്ഷേ ഫസ്റ്റത്തെ ഈ സ്റ്റെപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് അവയർനെസ് വേണം. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ 85% ബിസിനസ്സുകളും ഈ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് പരാജയപ്പെടുന്നത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രീഡം ബിസിനസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പല പുതിയ ഓൺട്രപ്രണേഴ്സ് സംസാരിക്കുമ്പോൾ അവർക്ക് ബിസിനസ് തുടങ്ങി ഫസ്റ്റ് കൊല്ലം തന്നെ ഈ ഫ്രീഡം വേണം. ഇറ്റ്സ് ഇമ്പോസിബിളാണ്. കാരണം ഇത് നമ്മളൊരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത് പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് വളർത്തിയെടുക്കണം. ഈ സമയത്ത് തന്നെ കുറച്ചുകൂടി ഇതിന് ഫാസ്റ്റ് ആക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ട്രെയിനിങ്ങുകളിലൂടെ അതിൻ്റെ മെത്തേഡുകൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ കഴിയും. ഇതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% മൈൻഡ് സെറ്റാണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്. പിന്നെ വരുന്ന 15% മാർക്കറ്റിംഗ് ആൻഡ് അതർ ആക്ടിവിറ്റീസ്, സ്ട്രാറ്റജി, സിസ്റ്റമൊക്കെ വരുന്നത്. 5% റിയൽ ബിസിനസ് വരുന്നത്. അപ്പോൾ ഈ 80% ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഈ കടന്നു വരുന്ന ആളുകളുടെ മെയിൻ ഫോക്കസ്. ഈ 80% അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 20% അവർക്ക് പ്രോപ്പറായിട്ട് ഡെലിഗേറ്റ് ചെയ്താൽ അവർക്ക് ഫ്രീഡം കിട്ടും. പക്ഷേ ഈ 80% ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ 80% അവർ ഫ്രീഡം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ 20% നമുക്ക് പല ആളുകൾക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീഡം ഉണ്ടാക്കും. ഈ 80% കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടത്, ഈ 80% എന്ന് പറയുന്നത് ടോട്ടൽ വെൽബീയിങ് ഓഫ് ഓൺട്രപ്രണർ എന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ആ മൈൻഡ് സെറ്റിനെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, ഒരു ഓൺട്രപ്രണറുടെ വീട്ടിലൊരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം എഫക്റ്റ് ചെയ്യും, മൂഡ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓൺട്രപ്രണർ പവർഫുള്ളായിരിക്കുക, ശക്തനായിരിക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം. സാധാരണ ഞാൻ പറയാറുള്ളൊരു കാര്യം, നിങ്ങളുടെ പ്രൊഡക്റ്റോ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമോ ഒന്നുമല്ല നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ മൈൻഡ് സെറ്റാണെന്ന് ഞാൻ ഓൺട്രപ്രണേഴ്സിനോട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ മൈൻഡ് സെറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് ശരിക്കും 20% മൈൻഡ് സെറ്റ് ആണ് 80% വേണ്ടത്. യെസ്. ഇതിൽ തന്നെ ഈ 20%-ൽ 15% നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. 5% ആണ് ശരിക്കും പ്രൊഡക്റ്റിൻ്റെ ഒരു പാർട്ട് വിജയത്തിൽ. ഇപ്പോൾ
നല്ല ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് ഇല്ല എന്നതിനേക്കാൾ ഉപരി നല്ലൊരു പ്രൊഡക്റ്റാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ 50% ഉള്ള നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതെ, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണക്റ്റഡ് ആണ്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ 80% നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ഒരു ഓൺട്രപ്രണർ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള വളരെ സ്ട്രെങ്ത് ഉള്ള എനർജി ഉള്ള ഒരാളാണ് നോക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊഡക്റ്റിനെ അയാൾ റിനോവേറ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മാറ്റും. അതല്ലെങ്കിൽ അതിനേക്കാൾ മാർക്കറ്റുള്ള മറ്റൊരു പ്രൊഡക്റ്റിനെ കണ്ടെത്തും. ഇതിനെല്ലാം ഇദ്ദേഹത്തിന് കഴിയും. അപ്പോൾ ടോട്ടൽ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യില്ല. ഈ 20% വരുന്ന ചേഞ്ചസ് ഒന്നും ഈ ഓൺട്രപ്രണർ സ്ട്രോങ് ആണെങ്കിൽ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ടോട്ടലി എനിക്ക് കാണാൻ കഴിയുന്ന, ഞാൻ സംസാരിക്കുന്ന എല്ലാവരും ഈ 20%-ലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ ഡെവലപ്പ് ചെയ്യുന്നതും ഈ 15%-നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് ട്രെയിനിങ്ങിലൂടെ നടക്കുന്നത് ഈ 50%-നെ ഡെവലപ്പ് ചെയ്യാണ്. പക്ഷേ അവിടെയും ഈ ഓൺട്രപ്രണറുടെ വെൽബീയിങ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത്, എനർജി, വൈബ്സ് എന്ന് പറയുന്നതിനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഈ ഡെവലപ്പ് ചെയ്ത 20% പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സഡൻലി ബിസിനസ് തകർന്നു പോകുന്നു, അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചില പാർട്ട്നേഴ്സിൻ്റെ ഇഷ്യൂ കൊണ്ട് ഒരു ബിസിനസ് തളർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 80% വീക്കാണെന്നുള്ളതാണ്. അതെ അതെ. ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം മിക്ക ബിസിനസ്സുകളുടെയും തകർച്ച പാർട്ട്നേഴ്സിൻ്റെ ഇഷ്യൂ ആണ്. പാർട്ട്നേഴ്സിൻ്റെ ഇഷ്യൂ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ബിസിനസ് തുടങ്ങുന്നു, ബിസിനസ് തുടങ്ങണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നമുക്ക് പണം വേണം, ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം വേണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 20% പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ 80% വേറെ ആളുകളിൽ നിന്ന് കണ്ടെത്തണം. ഈ 80% കണ്ടെത്താൻ നടക്കാത്ത ഓഫറുകളും അതല്ലെങ്കിൽ അവർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടി നടപ്പിലാക്കാൻ പറ്റുന്ന ഓഫറുകൾ നൽകുകയാണ്. ആവേശം ബിസിനസ് തുടങ്ങാനാണ്, പക്ഷേ ഇവിടെ ഇത് കൊടുക്കുകയാണ്. ഇതോടുകൂടി ഇവർ കുടുങ്ങിപ്പോവാണ്. പിന്നെ ആ ബിസിനസ്സിനെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 5 years ഒരു ബ്രീത്തിങ് പീരീഡ് തന്നെയാണ് നല്ലൊരു ബിസിനസ്. ഒരു ലോങ് ടൈം ബിസിനസ് ആണെങ്കിൽ ഒരു 5 years എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്പിംഗ് പീരീഡാണ്. ഈ 5 years സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ പാർട്ട്നേഴ്സിനെ എടുക്കാൻ പാടുള്ളൂ, ഇൻവെസ്റ്റേഴ്സിനെ എടുക്കാൻ പാടുള്ളൂ. ഈ 5 years എന്താണെന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്ത് അതിൽ നിന്ന് അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഈ പാർട്ട്നേഴ്സിൻ്റെ ഇഷ്യൂസിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്നത് വെച്ചാൽ 2 വർഷം കഴിയുമ്പോഴേക്കും പൊളിഞ്ഞു പോവുകയാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പണം പോകുന്നു. ഇത് വലിയ പാഷനായിട്ട് ഒരു 10-20 വർഷം ജോലി ചെയ്ത് എടുത്തു വെച്ച് ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 80% ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.